ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ. ഒരു തെരുവിന്റെ കഥ. ആംഗ്ലോ ഇന്ത്യൻ സമൂഹം ഒരു കാലത്ത് കോഴിക്കോടിന്റെ സാംസ്കാരിക വൈവിധ്യത്തിന്റെ ഭാഗമെന്നോണം ഈ നഗരത്തിൽ സജീവമായിരുന്നു. മൂന്നാലിങ്കൽ ഭാഗത്താണ് അവർ കൂടുതലായി താമസിച്ചിരുന്നത്. 1946 മുതൽ മൂന്നാലിങ്കൽ പ്രവർത്തിക്കുന്ന ലക്കി സ്റ്റാർ ബേക്കറി പ്രധാനമായും ഉണ്ടാക്കിയിരുന്ന പലഹാരങ്ങൾ ഈ സമൂഹത്തിന്റെ പ്രിയ വിഭവങ്ങൾ കൂടിയായിരുന്നു. കാലം മാറി സമൂഹചിത്രം മറ്റൊന്നായപ്പോഴും ലക്കി സ്റ്റാറിന്റെ തനിമ ഇന്നും ചോരാതെ നിൽക്കുന്നു. അതിന്റെ ഉടമ ധനേഷിന്റെ തൊഴിൽ സമർപ്പണവും. ഇന്നീ പരിപാടിയിൽ അദ്ദേഹം തന്റെ ഓർമ്മകളിലൂടെ ഒരു മടക്കയാത്ര നടത്തുകയാണ്. അറുപടൊക്കെ പറക്കാം. അച്ഛൻ നിന്ന് കണ്ണൂരിലൊരു ബേക്കറിയിൽ ജോലിയായിരുന്നു. അവിടുന്ന് അച്ഛൻ്റെ 13ാമത്തെ വയസ്സിലാണ് ലക്കി സ്റ്റാർ തുടങ്ങി. 46 ഒരു ഡിസംബർ മാസമായിരുന്നു അതിൻ്റെ ഉദ്ഘാടനം. മൂന്നാലിങ്കിൽ ബേക്കറി ഇല്ല. ശങ്കേഴ്സ് ബേക്കറി എൻ്റെ സെൻറ്റ് ജോസഫ് സ്കൂളിൻ്റെ തൊട്ടടുത്തൊന്നുണ്ടായിരുന്നു. പിന്നെ ഒന്ന് നമ്മളെ ബാങ്ക് റോഡിലുള്ള ഡിലക്റ്റ, പിന്നെ കുറച്ച് അപ്പുറത്ത് കണ്ടിന് പൂർണിമ ബേക്കറി. അങ്ങനെ 2 അവിടെ കണ്ടിട്ടുള്ളൂ. അച്ഛൻ പറഞ്ഞെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോപ്പ് ഷോ ഒക്കെ അല്ല വേണ്ട, സാധനം നല്ല കൊടുക്കുക. അപ്പം ലൈറ്റും വെളിച്ചവും ഒന്നും വേണ്ട, അന്നതരം ആൾക്കാർ വരും. അതാണ് അച്ഛൻ്റെ ഒരു വാക്ക്. അപ്പോൾ അതേമാതിരി തന്നെ കൊണ്ടുനടക്കുക. കേക്കാണ് കാര്യമായിട്ടുള്ള പ്ലം കേക്ക്, പണ്ടേ ഉണ്ടാക്കുന്ന സാധനമാണ്. ആ റെസിപ്പി ഇപ്പോഴും ഞാൻ മാറ്റിയിട്ടൊന്നുമില്ല. അതത് തന്നെ. ഞാൻ സ്കൂൾ വിടുമ്പോൾ ഒന്ന് വരും, അച്ഛനെ സഹായിക്കും. പിന്നെ സ്ഥിരമായത് 80 ശേഷമാണ്. ഇത് പട്ടേൽ ബീഡി ലീവ്സിൻ്റെ ഒരു ഗുജറാത്തുകാരാണ്. ആ സ്ഥലമൊക്കെ ഒരാളാണ്. ഉടമസ്ഥൻ മെച്ചുണ്ട്. ബാക്കിയുള്ളവരുടെ ഫാമിലി കംപ്ലീറ്റ് US-ലാണ്. അപ്പോൾ വല്ലപ്പോഴും വരുമ്പോൾ ഞാൻ ഇപ്പോൾ പൈസ ഇങ്ങനെ അയച്ചു കൊടുക്കും. അത് 2 കൊല്ലം കൂടുമ്പോൾ ഒക്കെ അയച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഓർക്കൊരു ഓർമ്മയില്ലാത്ത സംഭവമാണ്. ഇപ്പോൾ 4 ഗേറ്റിൻ്റെ അവിടെ നിന്ന് മുതൽ ഇങ്ങോട്ട് നമ്മൾ മൂന്നാലിങ്കിൽ എന്ന് പറഞ്ഞ സ്ഥലം, അവിടുന്ന് അങ്ങോട്ട് പോയാൽ പിന്നെ സിൽക്ക് സ്ട്രീറ്റായി. പിന്നെ വെള്ളയിൽ ആ ടേണിങ് വരെ ഉള്ളൂ. അവിടെയൊക്കെ ഇവരാണ് അധികം ഉണ്ടാകുക. ആംഗ്ലോ ഇന്ത്യൻ ഫുള്ളായിട്ട് ലൈൻ വീടുകൾ പറയേണ്ടത്. മുമ്പിൽ വീടിൻ്റെ ഷോപ്പിന് നേരെ മുമ്പിൽ ഫ്ലാറ്റില്ല. ഇപ്പോൾ അതൊരു വീടായിരുന്നു. അവിടെയാണ് ക്രിസ്മസിൻ്റെ കാര്യമായിട്ടുള്ള പരിപാടിയൊക്കെ നടക്കുക. ഇവരെ ബന്ധുങ്ങളൊക്കെ അവിടെ വരും. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇങ്ങനെ കാണാം. ഇവരെ ക്രിസ്മസ് ആകുമ്പോഴുള്ള പാർട്ടി. പോസ്റ്റ് ഓഫീസിൽ ഇങ്ങനെ ടീച്ചേഴ്സ്, ഈ ഗവൺമെൻറ് സ്കൂളിലെ ടീച്ചേഴ്സ് അധികം ഇവർ തന്നെയാണ്. ഒക്കെ അന്ന് അക്കൗണ്ടാണ് ടീച്ചേഴ്സിൻ്റെ ഒക്കെ മാസത്തിൽ. ഇവരെല്ലാം അക്കൗണ്ട് തന്നെയാണ്. 30-ാം തീയതി 1-ാം തീയതി ആകുമ്പോൾ ക്ലിയർ ആകും. അത് കോയിൻസ് വരെ തരും. അത്രയും കറക്റ്റാണ്. ബുക്കിൽ ഓരോന്നെ എഴുതുക. അച്ഛൻ്റെ ഓർഡർ അവരെ കൊണ്ട് തന്നെ ഇരിക്കണമെന്ന്. സംശയം ഉണ്ടാവില്ലല്ലോ പിന്നീട്. അങ്ങനെ കുറച്ച് ആളെപ്പോഴുള്ളൂ. അധികം ബാംഗ്ലൂർ, ഓസ്ട്രേലിയ അവിടെയാണ് ഇപ്പോഴത്തെ കുട്ടികളെ വർക്കും താമസമൊക്കെ. ഇവിടെ ഇപ്പം കുറച്ച് ആൾക്കാരുള്ളൂ. ആ ജയന്തിനാറിൽ കുറച്ച് നമ്മൾ പോസ്റ്റ് ഓഫീസിൻ്റെ ബാക്കിൽ അങ്ങനെ കുറഞ്ഞ സ്ഥലത്ത് ഒക്കെ പോയിട്ടുണ്ട്. ഞങ്ങൾ തന്നെ നമ്മളെ പീടിക കയറാൻ പറ്റുന്നും ഉണ്ടാവില്ല. ഫുള്ള് ഞങ്ങൾ ഈ നവംബറും കൂടെ ആയിക്കഴിഞ്ഞാൽ അവരുടെ ക്രിസ്മസ് പൂരായി. പിന്നെ ഇവരെല്ലാം കേക്ക് ബേക്കിങ്ങിന് കൊണ്ടുവരിക. അന്ന് ഇവർ വാങ്ങൂല, ഇവരുണ്ടാക്കിയിട്ട് ബേക്കിങ്ങിന് കൊണ്ടുവരിക ഞങ്ങളടുത്ത്. ഒരുപാട് കേക്ക് ബേക്ക് ചെയ്യാണ്ടോ ആ സമയത്തൊക്കെ. ഈ നവംബർ പകുതി ആകുമ്പോഴത്തേക്ക് തന്നെ ഉണ്ടാക്കാൻ തുടങ്ങും. അതാണ് മെയിനായിട്ടുള്ള ക്രിസ്മസിൻ്റെ വർക്ക്. ഇപ്പോൾ മോൾഡ് പിന്നെ ഞങ്ങൾ ചിലപ്പോൾ എടുക്കും. ഇപ്പോൾ ഓരെന്നെ മോൾഡ് വാങ്ങിക്കുന്നു. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള ഷേപ്പിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതായിരുന്നു അന്നത്തെ കാര്യപ്പെട്ട ഒരു വർക്ക്. സാധാരണ ബേക്കറിയിൽ കിട്ടാത്ത സാധനങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ബാർലി ബിസ്ക്കറ്റ് ഇപ്പം ചില സ്ഥലത്തൊക്കെ ഉണ്ട്. സൂപ്പ് സ്റ്റിക്ക്, കുള്ളി ബിസ്ക്കറ്റ് പണ്ടത്തെ. പിന്നെ തേങ്ങേൻ്റെ ഒരു ബിസ്ക്കറ്റ് ഉണ്ട്, ചക്കര റോൾ എന്ന് പറയുന്ന ഒരു സാധനം. പിന്നെ പ്ലം കേക്ക്, പണ്ടത്തെ സ്പോഞ്ച് കേക്ക്, പൂവുള്ള, അതൊക്കെയാണ് ഇവിടെ തിരഞ്ഞു വരുന്ന സാധനങ്ങൾ. ബാക്കിയുള്ളിടത്തുള്ളൊന്നും ഇത് കിട്ടില്ല. ആ സൂപ്പ് സ്റ്റിക്കൊന്നും എവിടെ ഇല്ലയെന്ന് തോന്നുന്നു. കാരി ബിസ്ക്കറ്റ് എന്നൊരു സാധനമുണ്ട്. പഫ്സിൻ്റെ അതേമാതിരി ലെയറുള്ള സോൾട്ടി ബിസ്ക്കറ്റ്, കാരി എന്നതിന് പറയും. അതും ഉണ്ടാക്കുന്നുണ്ട്. പാവം മെയിനായിട്ട് ഇപ്പോൾ കാര്യമായിട്ടുള്ളത് പാവമാണ്. ഇവിടെ ഒരുവിധം ഹോട്ടലുകാരും ഉണ്ട്. പിന്നെ ഗുജറാത്തികൾ. പിന്നെ നമ്മൾ സാധാരണ ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അറിയില്ല. കാണുമ്പോൾ എന്താണെന്ന് വയ്ക്കാമെന്നല്ലാതെ. പാവ് ഭാജി ഉണ്ടാക്കും, വടാപ്പാവ് ഉണ്ടാക്കും. വടാപ്പാവ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞ് പോണ്ട. ഇവരെ ചട്നിയാണ് അതിൻ്റെ ടേസ്റ്റ്. 2 വിധം ചട്നി ഇട്ടുണ്ടാവും ഇതിൻ്റെ കൂടെ. അപ്പോൾ അത് കൂട്ടി കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് വ്യത്യാസമാണ്. പാവ് ഭാജിയാണല്ല ഭാജിയും പാവ് മാത്രം. ഈ വടാപ്പാവിനാണ് ഇത്തരം സാധനങ്ങളൊക്കെ വരുന്നത്. ഞാൻ ചിലപ്പം ഫ്ലൈറ്റിലാരും കൊണ്ടുപോകുമ്പോൾ ഉണ്ടാക്കി കൊണ്ടുത്തരും ഒരു പാവ്. അന്ന് ഇവിടെ ബ്രെഡ് മാത്രം ഉണ്ടാക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലോ. അന്ന് കമ്പനി ബ്രെഡൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു. ഞാനൊന്നും ഇല്ലെന്ന് അച്ഛൻ പറയുന്നത് കേൾക്കുന്നതാണ്. മോഡേൺ ബ്രെഡും കിഡ്സൺ ബ്രെഡൊന്നും ഇല്ലാത്ത സമയത്ത് ബ്രെഡ് ഉണ്ടാക്കിയ സ്ഥലമാണ് അത്. അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ അന്ന് ഇവിടുന്ന് തന്നെ കൊണ്ടുപോകൽ. പിന്നെ ബോർഡിങ്ങുള്ള സ്കൂളിലേക്ക്, ഇവിടെ ഒരുവിധം സ്കൂളിലൊക്കെ ബ്രെഡ് കൊടുത്തിന് ഞങ്ങൾ.
എസ് സെൻറ്റ് മൈക്കിൾസ് ഇല്ലേ അതുവരെ കൊണ്ടുപോയിട്ടുണ്ട് സൈക്കിൾ മേലെ പോവുക. ആദ്യം 25-30 ഉണ്ടാവും. ഒരു ദിവസം വിട്ടിട്ട് ഒരു ദിവസം അങ്ങനെ. അപ്പോൾ ആ വർക്ക് മാത്രം മതിയെ ഞങ്ങൾക്ക് അന്ന്. കൗണ്ടർ സൈഡിൽ നോക്കലില്ല. അതിനുണ്ടാവും സംഖ്യ ഉണ്ടാവും. 4 സ്കൂളിൽ അത്. അച്ഛൻ്റെ ഏട്ടുണ്ട് കുറ്റിച്ചറ കൃഷ്ണ ബേക്കറി. അത് അച്ഛൻ്റെ ഏട്ടനെയാണ്. ഇതാണ് ഫസ്റ്റ് തുടങ്ങി ലക്കി സ്റ്റാർ. അതിൻ്റെ ശേഷമാണ് അവിടെ തുടങ്ങിയത്. ഒരു ദിവസം തുടങ്ങാൻ വെച്ചിട്ടുണ്ടെങ്കിൽ 8-8 ഷോപ്പ് തുടങ്ങി ഞാൻ തന്നെയാണ് തുടങ്ങുക. പിന്നെ ഫസ്റ്റ് ചെയ്യുന്നത് നമ്മൾ പാവിൻ്റെ മെഷീൻ സ്റ്റാർട്ടാക്കുക. അതൊരു 20 മിനിറ്റ്, ഒരു 20-25 കിലോ മൈദ, 20 മിനിറ്റ് കൊണ്ട് അതിൻ്റെ മിക്സിങ് കഴിഞ്ഞ്. പിന്നെ ഒരു 10 മിനിറ്റ് റെസ്റ്റ്. അതിന് എനിക്കല്ല മാവിന്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബ്രെഡ്, പാവ്, ക്രീം ബണ്ണ് അത്ര സാധനങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും. ഒരു 2 മണിക്കൂർ ആകുമ്പോഴേക്കും അതിൻ്റെ ലെവലിൽ അത് വരും. പിന്നെ ബേക്കിംഗ്. അപ്പോൾ കൂട് ഓർമ്മ എന്ന് പറയും. കൂടുന്നാണ് അതിന് അധികം. അപ്പോൾ കൂടുന്നാണ് പറയാം. ഇപ്പം ഓർമ്മയൊക്കെ പോയല്ലോ. ഇപ്പം ഗ്യാസല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു 9 മിനിറ്റ് മുമ്പേ ഓൺ ചെയ്താൽ മതി. മറ്റേതാകുമ്പോൾ ചിരട്ട കത്തി തീർന്ന് എല്ലാ സ്ഥലത്തും ഒരേ മറ്റേ ചൂടൊക്കെ നമ്മൾ കൈകൊണ്ട് ചെയ്ത് തരണം. ഇപ്പോൾ അപ്പണിക്ക് കുറവുണ്ട്, പക്ഷേ ആ ടേസ്റ്റിന് വ്യത്യാസമുണ്ട്. അത് കാണൽ ചൂടാക്കി വരുന്നതല്ലേ. ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും അത് അറിയുന്നില്ല ടേസ്റ്റ്. അന്ന് ഇത് സാധനമൊക്കെ ആകുമ്പോൾ തന്നെ എന്തൊരു സ്മെല്ലുണ്ടാവുമെന്ന് അറിയും ഈ ബേക്കിംഗ് അറിയുമ്പോൾ. പിന്നെ ഈ ചൂടിനനുസരിച്ചിട്ടാണ് അതിൻ്റെ ബാക്കിൽ ചൂട് കുറഞ്ഞ സാധനങ്ങളുണ്ടാവും, ചൂട് കൂടുതൽ വേണം. കപ്പ് കേക്കിനൊക്കെ നല്ല ചൂട് വേണം, ബ്രെഡിനെക്കാട്ടും കൂടുതൽ ചൂട് വേണം. അപ്പോൾ അതൊക്കെ ഫസ്റ്റ് ചെയ്തു. പിന്നീടാണ് ലൈറ്റായിട്ടുള്ള ചൂടുണ്ട്. ടീ ബിസ്ക്കറ്റ് പറഞ്ഞ സാധനമില്ലേ, അതൊക്കെ ചെറിയ ചൂടാണ്. അപ്പോൾ ലാസ്റ്റൊക്കെ അതിലേക്ക് പോകും. അങ്ങനെ ഒരു 4-5 മണി വരെ വർക്ക് ഉണ്ടാവും. പിന്നെ എനിക്ക് 9 മണി വരെ ഉണ്ടാവും. സാധനത്തിൻ്റെ ക്വാളിറ്റി നമ്മൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അത് പല വിധമുണ്ട്. അത് നോക്കി വാങ്ങുക. നമ്മൾ ഉണ്ടാക്കണത് എന്തായാലും മാറില്ല. അതിൽ വ്യത്യാസം വന്നെങ്കിലേ ഉള്ളൂ ഇത് മാറുക. വില കുറവുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഹോൾസെയിൽ കൊടുക്കുന്ന പാർട്ടി ഉണ്ടല്ലോ, ഓരൊക്കെ വാങ്ങുന്ന സാധനം വേറെ തന്നെയാണ്. അപ്പം നമുക്ക് ആ വിലക്കിട്ട് കൊടുക്കാനും പറ്റില്ല. ഈ ഇതുകൊണ്ട് ഉണ്ടാക്കിയാൽ കുറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അതാണ് വിലയാകുമ്പോൾ പ്രശ്നം വരുന്നത്. അറിയുന്നവർക്കറിയും. അങ്ങനെ മുക്കത്തുനിന്ന് ഒരാൾ പ്ലം കേക്കിന് വരലുണ്ട്. ഇനി ഏതോ കോളേജിലെ പ്രിൻസിപ്പളാണ്. അച്ഛനുള്ളപ്പോൾ വരുന്നതാണ്. അങ്ങനെ അയാൾ മക്കളെ പറഞ്ഞയച്ചിട്ടുണ്ട് ഒരു ദിവസം. പിന്നെ അവർക്ക് അറിയില്ല അയാളെ ഷോപ്പ് നിന്ന് 3-4 കേക്ക് ഉണ്ടാക്കുന്ന സ്ഥലം. ഞാൻ പറയും 3-4 കേക്ക് ഉണ്ടാക്കുന്ന സ്ഥലത്താണെന്ന് പറഞ്ഞു. വാങ്ങിയപ്പം തന്നെ പറഞ്ഞു ഇത് തന്നെയാണ്. പീസൊന്ന് കഴിച്ചപ്പോൾ ആ കേക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു റെസിപ്പിയാണ്. ചിലപ്പോൾ എനിക്ക് തന്നെ ടേസ്റ്റ് തോന്നലുണ്ട്. അത് ശരിക്കും പ്ലം കേക്കിൻ്റെ കാര്യം പറയാൻ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് അത് ശരിക്കും നമ്മൾ കഴിക്കേണ്ടത്. അപ്പോഴേ ശരിക്കുള്ള കേക്കിന് ടേസ്റ്റ് വരുന്നുള്ളൂ. ഇപ്പോഴത്തെ ചൂടുകളുണ്ടോയെന്ന് വെച്ചിട്ടാണല്ലോ വരിക. ഉണ്ടെങ്കിലും കൊടുക്കില്ല, 2 ദിവസം കഴിഞ്ഞിട്ടേ കൊടുക്കുള്ളൂ. ഇന്നില്ല നാളെ വരും. അങ്ങനത്തെ കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്ക്. അടുത്ത ഷോപ്പുകളൊക്കെ പൊളിക്കുക. നമ്മളെ അടുത്ത ഷോപ്പ് മുതൽ സുന്ദർ ഫാർമസി വരെ പഴയ ഷോപ്പുകളൊക്കെ പോവുക. പിന്നെ ഇനിയിപ്പോൾ പുതിയ വന്ന നേരെ മുമ്പിലതാ ഹോട്ടൽ ഹണി കേക്ക്, അങ്ങനെ ഓരോന്ന് പുതിയത് വരുന്നുണ്ട്. ഇനിയിപ്പോൾ റോഡ് വൈൻഡിങ് വന്നാൽ ഞങ്ങളെ ഫ്രണ്ടും പോവും. അതുവരെ അങ്ങനെ നിൽക്കും. ഇനിയിപ്പോൾ ഷോപ്പുകളില്ലല്ലോ അവിടെ ഏരിയയിൽ, കുറവാണ്. ഇപ്പോൾ 14 മുറിയപ്പോൾ പോകണത്. തിരക്കുള്ള സമയം ഉണ്ടായിരുന്നു ഒരു 10-25 കൊല്ലം മുമ്പേ. ഈ പറഞ്ഞ മാതിരി ആംഗ്ലോൻ്റെ ടീമുള്ളപ്പോൾ നല്ല ബിസിനസ്സും തിരക്കായിരുന്നു. റോട്ടുമില്ലൊക്കെ പറഞ്ഞ പോലെ SM സൈറ്റ് പോലെ ഉണ്ടായിരുന്നു അന്ന്. ആദ്യമൊക്കെ അച്ഛനൊക്കെ പൂട്ടുമ്പോൾ 12 മണി 1 മണിയാവും. മോൻ പഠിക്കുകയാണ്, പക്ഷെ അവന് ഒന്ന് വന്ന് നോക്കാൻ വരെ ഇൻട്രസ്റ്റ് ഇല്ല. ഞാനങ്ങനെ നിർബന്ധിക്കില്ല. കാരണം രാവിലെ മുതൽ 8:30 മുതൽ അത്ര 9 മണി വരെ കെട്ടിട്ട മാതിരി നിൽക്കണം. അതൊന്നും ഇപ്പോഴത്തെ കുട്ടികൾ കിട്ടില്ല. പിന്നെ അവർക്ക് താല്പര്യമില്ല. എനിക്കും വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല ഇങ്ങോട്ടാക്കാൻ. അച്ഛൻ്റെ അടുത്ത് നിന്ന് അച്ഛനെ സഹായിച്ച് പിന്നെ അങ്ങനെയായി. അതൊരു തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല കേട്ടോ. നമ്മൾ ഇത്രയും കാലം ജീവിച്ചില്ലേ, ഒരു ബുദ്ധിമുട്ടില്ലാതെ. ലക്കി സ്റ്റാർ ബേക്കറി ഉടമ ധനേഷാണ് ഇന്നീ പരിപാടിയിൽ ഇതുവരെ സംസാരിച്ചത്. നിർവഹണ സഹായം ആദിത്യൻ SS. ഒരു തെരുവിന്റെ കഥ. ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ.